എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നെല്ലിക്ക കൊണ്ട് ഒരു ലേഹ്യം തയ്യാറാക്കാമേ. നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വിറ്റാമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. നമുക്കിതുകൊണ്ടൊരു ലേഹ്യം ഉണ്ടാക്കിയാൽ, ഇപ്പം തണുപ്പിൻ്റെ സീസണൊക്കെ തുടങ്ങുകയാണ്. പനി, ജലദോഷം, ചുമ, അങ്ങനെയുള്ള കഫത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ളത് വരുന്നതിന് നമ്മൾ ഇച്ചിരി രാവിലെയും വൈകിട്ടും വലിയവർ 1 സ്പൂൺ വീതവും കൊച്ചുകുട്ടികൾക്ക് 1/2 സ്പൂൺ വീതവും ഈ നെല്ലിക്ക ലേഹ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ 1 കിലോ നെല്ലിക്ക എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തുടച്ച് മാറ്റി ഇതിന് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കുരു മാറ്റിയിട്ട് ആണ് നമ്മൾ ലേഹ്യം തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. കാരണം വെള്ളത്തിലിട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നെല്ലിക്കായുടെ ഗുണം ആ വെള്ളത്തിലോട്ട് ഇറങ്ങിപ്പോകുമല്ലോ. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ആവിയിൽ നെല്ലിക്ക വേവിച്ചെടുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ട് നെല്ലിക്ക വെന്ത് വരട്ടെ. നമുക്ക് നെല്ലിക്ക ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിലോട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇതിനി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെന്ത് വരട്ടെ. ഇവിടെ നെല്ലിക്ക വെന്തോന്നൊന്നും നോക്കാമേ. നെല്ലിക്കയെല്ലാം നന്നായിട്ട് വെന്തു പൊട്ടി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തിട്ട് കുരുവും ഏതെല്ലാം മാറ്റി എടുക്കാം. കുരു കളഞ്ഞിട്ട് ഇത് നമുക്ക് അരച്ച് എടുത്തിട്ടാണ് നമ്മൾ ലേഹ്യം തയ്യാറാക്കുന്നത്. തണുക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെല്ലിക്കയുടെ ചൂടൊക്കെ ഏകദേശം ആറി. നമുക്കിനി ഇത് കുരു മാറ്റി വേറൊരു പാത്രത്തിലോട്ടിടാം. ഇങ്ങനെ ബാക്കിയുള്ള നെല്ലിക്കായും കൂടെ കുരു മാറ്റി എടുത്തോണ്ട് വരാമേ. നെല്ലിക്ക എല്ലാം കുരു കളഞ്ഞ് തയ്യാറാക്കി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തുളസിയില, കുറച്ച് പനിക്കൂർക്കയില. ജലദോഷത്തിനും കഫത്തിനും ഒക്കെ ഏറ്റവും നല്ല മരുന്നാണല്ലോ ഈ തുളസിയിലയും പനിക്കൂർക്കയുടെ ഇലയും. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അരച്ചുകൊണ്ട് വരാമേ. നെയ്യും ശർക്കരയിലും കിടന്ന് മരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഉടഞ്ഞുകൊള്ളും. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ അരച്ചു കൊണ്ടുവന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തേത് അരച്ചുകൊണ്ട് വന്നു, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമയം ഒക്കെ ഒന്ന് വലിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാമേ. നെല്ലിക്കയുടെ വെള്ളമയം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൽക്കണ്ടം ചേർക്കാമേ. ഇതൊരു 250 ഗ്രാം കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ കൽക്കണ്ടം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ. നെല്ലിക്കയുടെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്കൊരു 750 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. കാരണം 250 ഗ്രാം നമ്മൾ കൽക്കണ്ടം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും കുറച്ച് ശർക്കര ചേർത്താൽ മതി. ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മധുരമാകും. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ വലിയവർക്ക് ഒരുപാട് മധുരം നല്ലതല്ലല്ലോ. നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പതിയൻ ശർക്കരയാണ്. ഇതിനകത്ത് കരടും മണ്ണും ഒന്നുമില്ല, അതുകൊണ്ട് നേരിട്ട് നമുക്ക് ചേർക്കാം. അതേ സമയത്ത് ശർക്കര ഉണ്ടയാണെങ്കിൽ അത് ശർക്കര പാനി തയ്യാറാക്കി ആ പാനിയെ അരിച്ച് വേണം ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ വരും. ഇത് നല്ലതായതുകൊണ്ട് 750 ഗ്രാമോളം നമുക്കങ്ങ്
ചേർത്ത് കൊടുക്കാം. എഴുന്നൂറ്റി 50 ഗ്രാമോളം ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി പറ്റിച്ച് ലേഹ്യത്തിൻ്റെ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടിയോ പനം കൽക്കണ്ടമോ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എൻ്റെ കയ്യിൽ അത് രണ്ടും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. ശർക്കര ചേർത്തെന്ന് വെച്ചും കുറ്റമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ ജലദോഷത്തിനും കഫമൊക്കെ മാറുന്നതിനും. ഇതിലേക്ക് നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിത് ഇളക്കി ലേഹ്യത്തിൻ്റെ പാകമാവുന്നത് വരെ കൈ എടുക്കാതെ ഇളക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇളക്കി പാകമാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുണ്ടോ വറ്റി വരുന്നതനുസരിച്ചിട്ട് പൊട്ടിത്തെറിക്കും. നമ്മൾ നീളമുള്ള തവി കൊണ്ട് ഇളക്കണം, ദൂരെ മാറി നിന്ന് ഇളക്കണം. അല്ലെങ്കിൽ കയ്യിലും മേത്തും ഒക്കെ അങ്ങ് കുറച്ച് വീഴും നമ്മുടെ. വെള്ളമയമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയെന്ന് തോന്നുന്നു, കാരണം പൊട്ടിത്തെറിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ചുക്കുപൊടി ഇല്ലാത്തവർ ചുക്ക് മേടിച്ചിട്ട് പൊടിച്ചെടുക്കണേ. ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുത്തു. ഈ സ്പൂണിന് ഇനി അത്രയും തന്നെ നമുക്ക് ജീരകത്തിൻ്റെ പൊടി, ജീരകവും അതുപോലെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകത്തിൻ്റെ പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ലേഹ്യത്തിൻ്റെ പാകമാകുന്നത് വരെ ഇളക്കാം. ഇനി ഇപ്പം കൈ എടുക്കാതെ ഇളക്കണം, കാരണം അടുക്കി പിടിക്കാനുള്ള സമയമൊക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്വല്പം നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അല്പം ചേർത്തങ്ങ് കൊടുക്കാം. ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മുടെ ലേഹ്യം ഏകദേശം തയ്യാറായേ. ഇത് പാകമായെന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഒരു വരമ്പ് പോലെ വന്ന് തെളിയും. ഇങ്ങനെ കുറച്ചുകൂടെ മൂക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടി വരുന്നത്. ഇല്ലെങ്കിൽ ഒരു വരമ്പ് പോലെ തെളിഞ്ഞു കഴിഞ്ഞാൽ പാകമായെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്വല്പം നേരം കൂടെ ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പാകമാകും. എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. നമ്മുടെ ലേഹ്യം പാകമായേ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ബാക്കി ഇനി ഈ ചൂടിലിരുന്ന്, പാത്രത്തിൻ്റെ ഉരുളിയുടെ ചൂടിലിരുന്ന് ബാക്കിയും കൂടെ അങ്ങ് മുറുകിക്കോളും. നമുക്കിനി ഇതിലേക്ക് സ്വല്പം കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇടുന്നു, അത്രയേ ഉള്ളൂ, ഓപ്ഷണലാണേ. ഇത് സ്വല്പം ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിടേണ്ടത്. അന്നേരം ഒരു നല്ല മണമൊക്കെ വരും. കുങ്കുമപ്പൂവിന് ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അന്നേരം അതിൻ്റെ ആ ഫ്ലേവർ എല്ലായിടത്തും ഒരുപോലെ പിടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട്
കുപ്പിക്കകത്താക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ വെളിയിലിരിക്കും. നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഏറെ നാളിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് രാവിലെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഒരു 1/2 സ്പൂണും വൈകിട്ട് 1/2 സ്പൂണും വലിയവർക്കാണെങ്കിൽ ഓരോ സ്പൂണ് വീതവും കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ആകുമ്പോൾ ഈ തണുപ്പ് കാലത്ത് ജലദോഷവും കഫത്തിൻ്റെ ശല്യവും ഒക്കെ വരുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നെല്ലിക്ക പുഴുങ്ങിയെടുത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് അരച്ച് പരട്ടിയെടുക്കുന്നതിന് എല്ലാം കൂടെ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. 1 മണിക്കൂർ മെനക്കെട്ടാലും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കുപ്പിയിലോട്ട് മാറ്റുമ്പം കാണാം. നമ്മുടെ ലേഹ്യം തണുത്തു. അത് 2 കുപ്പിക്കകത്താക്കി വെച്ചു. ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് അല്ല, ഇത് താഴെ വീണാൽ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഉള്ള കുപ്പിയാണ്. അതിനകത്താണ് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് അല്ല. ഇത് കൊച്ചു കുട്ടികൾക്ക് രാവിലെ 1/2 സ്പൂണും വൈകിട്ട് 1/2 സ്പൂൺ വീതം കൊടുക്കുക. വലിയവർക്ക് ഓരോ സ്പൂൺ വെച്ച് കഴിക്കാം. ഈ തണുപ്പ് കാലത്ത് നമുക്ക് ജലദോഷവും പനിയും കഫക്കെട്ടും ഒക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.